നമസ്കാരം. കൈഫേശ്ശേരി കോയന്നമ്പരി. ശനിയുടെ പകർച്ചയൊക്കെ വരുവാണ്. ശനി വളരെ 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 ശനി നമുക്ക് ചിലർക്ക് കണ്ടകശനി, ഏഴരശനിയൊക്കെ തുടങ്ങണം. അപ്പോൾ ആൾക്കാരിങ്ങനെ ഒരുപാട് പേര് ചോദിക്കണു, തിരുമേനി നമ്മൾ എന്താ ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ ശനിക്ക് കണ്ടകശനിയും ഏഴരശനി അനുഭവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്ത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ശനി പകർച്ചയുടെ ശരിക്കും ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കാരണം ഈ ശനി ഭഗവാൻ, ശനിയുടെ ദോഷങ്ങൾ എപ്പോഴൊക്കെ നമ്മളെ ആക്രമിക്കുമോ അപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈ കുറേ വിധാനങ്ങൾ നമുക്ക് ആചരണത്തിൽ പറയുന്നുണ്ട്. മഹാദേവൻ്റെ ഉപാസകന്മാരെ ആരെയും ശനി കാര്യമായി ഉപദ്രവിക്കില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ശിവക്ഷേത്ര ഭജനവും നമശിവായ ജപവും ഉള്ള ഒരാളെ ശനിയുടെ ഉപദ്രവത്തിൻ്റെ കാഠിന്യം ഒരുപാട് 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 കുറവാണ്. ഞാൻ പണ്ടും പറയാറുണ്ട്, നമശിവായ 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 എന്നുള്ള ആ ജപാദികൾ കൊണ്ട്, മഹാദേവൻ്റെ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ശനി എന്ന് പറയുന്നത് മഹാദേവൻ്റെ ഉപാസകന്മാരെ അത്ര കാര്യമായി തൊടുന്നില്ല. അതുപോലെ തന്നെയാണ് ഗണപതി ഉപാസകന്മാരെ. ഗം ഗണപതിയെ നമ, ഗം ഗണപതിയെ നമ എന്ന് വിളിക്കുക, എന്ന് നാമജപാദികൾ ചെയ്യുക. ഗണപതിക്ക് നാരങ്ങാമാല, കരകസമർപ്പണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ചെയ്യുന്നവർക്കും എത്ര വലിയ ശനിയുടെ ദോഷങ്ങളാണേലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ് ചൊല്ലുക, ഹനുമാനെ പ്രാർത്ഥിക്കുക, ഹനുമാനെ ഉപാസിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഗണപതി ഭഗവാന്റെ ഉപദ്രവങ്ങൾ ശനി ഭഗവാന്റെ ഉപദ്രവങ്ങൾ വളരെ കുറവാണ്. കാരണം ഹനുമാനെ ഉപാസിക്കുന്നവരെയും ശനി അത്രയ്ക്ക് ഉപദ്രവിക്കാറില്ല. പിന്നെ ശനീശ്വരായ നമ, ശനീശ്വരായ നമ എന്ന ശനിയുടെ നാമങ്ങൾ ജപിക്കുന്നതും അതിഗംഭീരമാണ്. ശനിയുടെ സത്യത്തിൽ ശനി വന്നാൽ ഒറ്റൊരാളേ ഉള്ളൂ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം, അയ്യപ്പസ്വാമിയും. അപ്പോൾ ഈ മഹാദേവ ഭജനവും ഗണപതി ഭജനവും ഹനുമാൻ ഭജനവും ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാരെ ആരെയും ശനി തൊടാറില്ല എന്നുള്ള ഏറ്റവും വസ്തുത. ശരിക്കും അതുകൊണ്ട് എന്താ പറയുക, അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ അയ്യപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ, കലിയുഗവരതനായി നിൽക്കുന്ന അയ്യപ്പനെ പ്രാർത്ഥിക്കുമ്പം എല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ ഈ ശനിദോഷങ്ങൾ രക്ഷപ്പെടുത്തണേന്ന്. അപ്പോൾ അദ്ദേഹത്തിന് എള്ളുതിരി കത്തിക്കുക, നീലാഞ്ചനം കത്തിക്കുക, എള്ളുപായസം കഴിക്കുക, ഇതൊക്കെ ശനിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടകശനിക്കാരും ഏഴരശനിക്കാരും മാത്രമല്ല, അല്ലെങ്കിൽ ശനി മാറുമ്പോൾ ഏഴരശനി കൊടുക്കുന്ന ഒരു കണ്ടകശനി മാത്രമല്ല, ശനിദശ അനുഭവിക്കുന്നവരാണെങ്കിലും ശനി ജാതകവശാൽ പല സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ പല ദുരിതത്തെ അനുഭവിക്കുന്നവരും ഇവർക്കൊക്കെ കേമായിട്ട് ഉപാസിക്കാവുന്ന ഒരാളാണ് മഹാദേവൻ, ഗണപതി ഭഗവാൻ, ഹനുമാൻ സ്വാമി, അതുപോലെ തന്നെ ശാസ്താവിൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ ശനി ദുരിതം മാത്രമല്ല സകല ദുരിതങ്ങളും മാറുന്നു. മഹാദേവൻ്റെ പ്രാർത്ഥന കൊണ്ട് ശനി ദുരിതം മാത്രമല്ല നമ്മുടെ സർവാഭീഷ്ടങ്ങളും നടക്കുന്നു. ഗണപതിയുടെ ഉപാസന എന്താ, ശനി ദുരിതം മാത്രമല്ല സർവ്വവിഘ്നങ്ങളും മാറി സർവ്വൈശ്വര്യവും സമ്പൽ സമൃദ്ധിയാണ്. ഹനുമാൻ സ്വാമി ഉപാസിക്കുന്നവർ സർവ്വശത്രു നിവാരണമാണ്, സർവ്വകാര്യസിദ്ധിയാണ്. അപ്പം ഓരോ ഉപാസന കൊണ്ട് നിരവധി നിൽക്കുന്ന ഫലങ്ങളിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പം പല ആൾക്കാരും ദൈവമേ തിരുമേനി പറഞ്ഞത് കേട്ടു, ശനിയുടെ പകർച്ചയാണ്, കണ്ടകശനി തുടങ്ങുന്ന തിരുമേനി പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും ടെൻഷനാക്കണ്ട, ഒരു ഭയവും വേണ്ട, അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഓർക്കണ്ട. കേമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് കടന്നോളൂ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ നിങ്ങൾ എന്താ പറയുക, ഇതിനെ അത്ര ഭീതിയോടൊന്നും കാണണ്ട. പകർച്ചകൾ വരുമ്പം ഒരാൾ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു എന്നല്ലാതെ അതിനെ നിങ്ങൾ പ്രാർത്ഥനകളിലൂടെ, നാമജപാദികളിലൂടെ, ദർശനത്തിലൂടെ കൂടി നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം, പൂർണ്ണമായിട്ടും മാറുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ശനി ഉപാസന എന്ന് പറയുന്ന ശനിയുടെ കാലഘട്ടത്തിൽ ശനി ഉപാസന ചെയ്യുമ്പോൾ തന്നെ ശനി അനുകൂലമായാലോ, ശനി അനുകൂലമായി കിട്ടാവുന്ന നന്മകളുടെ ഇത് നിങ്ങൾക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അനുകൂലമായ ശനികൾ സർവ്വ ഐശ്വര്യവും നൽകുന്നവരാണ്. ശനി ഭഗവാൻ തന്നു തുടങ്ങിയാൽ നിൽക്കാതെ തരുമെന്നവരാണ്. അങ്ങനെയുണ്ട്. പക്ഷെ അതാരും പറയില്ല. ശനിയാണ് പേടിച്ചോളൂ എന്ന് പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, പേടിക്കേണ്ടതല്ല. ശനി അനുകൂലമായാൽ അതിഗംഭീരമായ ഫലത്തെ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന നന്മയായിരുന്ന ചിന്തകൾ, നന്മകരായി നിൽക്കുന്ന പ്രവൃത്തികൾ, ചതി വഞ്ചന കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുക, കള്ളത്തരങ്ങൾ പറയാതിരിക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ പകുതി ശനി ഉപദ്രവം കുറയും. അപ്പോൾ അതുകൊണ്ട് ശനിയുടെ പകർച്ച കൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടകശനി ഏഴശനി അനുഭവിക്കുന്ന ആൾക്കാർ, മേടക്കൂറുകാരാണെങ്കിലും മിഥുനക്കൂറുകാരാണെങ്കിലും കന്നിക്കൂറുകാരാണെങ്കിലും ധനുക്കൂറുകാരാണെങ്കിലും അതുപോലെ കുംഭവും മീനക്കൂറുകളൊക്കെ എല്ലാവരും
ഈ പറയുന്ന ഉപാസനകളിൽ പൊക്കോളൂ. ഒരു ദുരിതവും ഒരു സങ്കടവും വരില്ല. നാമജപാദികൾക്ക് ബലം കൊടുക്കുക, പ്രാർത്ഥനകൾക്ക് ബലം കൊടുക്കുക, ദർശനത്തിന് പ്രദം കൊടുക്കുക. കാരണം ഇത് 2.5 വർഷമാണ് ഒരു ശനിയുടെ സഞ്ചാരം. അതുകൊണ്ട് 2.5 വർഷം അത് പിന്തുടരുക എന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം. ഗോവിന്ദൻ നമ്പൂരി.